ഇപ്പോൾ നിൽക്കുന്നത് വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിൽ 31ാമത്തെ നിലയിലാണ്. ഒരു ഹെലിപ്പാഡാണ് ഇവിടെ ഉള്ളത്. ചന്ദർകുഞ്ച് ഫ്ലാറ്റ് അല്ലേ, ആർമി ടവറാണ്. ആർമിയുടെ ഒരു വിങ് നിർമ്മിച്ച ഈ ബിൽഡിംഗ് ഏത് സമയത്തും തകർന്നു വീഴാം. ആ തകർന്നു വീഴാൻ പോകുമോ എന്ന് കൃത്യമായ റിപ്പോർട്ടുള്ള അതിൻ്റെ 31ാം നിലയിൽ 96 മീറ്റർ ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ബ്രിഗേഡിയർ ജോസ് കുട്ടീൻ്റെ, അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഉള്ളത് ലഫ്റ്റനൻറ്റ് ക്യാപ്റ്റൻ പോളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം ആദ്യം പറയും. താങ്കൾ പട്ടാളത്തിലെ ഏത് വിങ്ങിലാണ് പ്രവർത്തിച്ചത്? എത്ര കാലമായി പ്രവർത്തിച്ച്? ഞാൻ 28 വർഷം 8 മാസം മെയിൻലി അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലായിരുന്നു. ഐ വാസ് എ പേഴ്സണൽ അസിസ്റ്റന്റ് ടു സീനിയർ ഓഫീസേഴ്സ്. യൂണിഫോമിൽ തന്നെ എല്ലായിടത്തും പോയിട്ടുണ്ട്. എനിക്ക് നോർത്ത് ഈസ്റ്റ്, ശ്രീലങ്ക, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്, ലഡാക്ക്, ഈ ഇതിനൊക്കെ പോയിട്ടുണ്ടോ? ഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് ഹെഡ് ക്വാർട്ടറിന്റെ കൂടെ അവർക്കുള്ള സഹായിയായിട്ടാണ്, അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ബിൽഡിങ്ങിൽ വന്നു പെട്ടത്? അതായത് ഈ ഫ്ലാറ്റ്, അതായത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഏത് സമയത്തും ഈ 3 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ 96 അടി പൊക്കമുള്ള ഹെലിപ്പാഡുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. തകർന്നു വീഴാം എന്നുള്ള റിപ്പോർട്ട് 6 വർഷമായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് താങ്കൾ എങ്ങനെയാണ് ഇതിൽ പെട്ടുപോയത്? ഞാൻ 1975 ആർമി ചേർന്നത്. 1978 ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ എന്ന സംഭവം ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആർമിക്കാർക്ക് വേണ്ടി മനസ്സിലുള്ള വികാരമാണ് സിപ്പായി ആയിരിക്കുന്ന കാലത്ത്. അപ്പോൾ അന്ന് മുതൽ ഒരു താല്പര്യം തോന്നി. ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ്. അവരാദ്യം പണിതത് ആർക്കേപുരത്താണ്. ഇപ്പോഴും നിൽക്കേണ്ട ഒരു കുഴപ്പമില്ല അതിന്. അപ്പോൾ അത് കഴിഞ്ഞൊരു 1978 മുതൽ 2008 വരെ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ പണിതിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും നല്ല കെട്ടിടങ്ങളാണ്. ഒരു പ്രശ്നം ഇന്നേ വരെ ഇല്ല. 2008 ശേഷമാണ് ഇതിൽ കുറേശ്ശൊക്കെ യു ക്യാൻ കോൾ ഇറ്റ് കറപ്ഷൻ. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് കടലാസുകളുണ്ട്. ദാറ്റ് വിൽ പ്രൂവ് കറപ്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ കെട്ടിടത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയിട്ടുള്ളത്. അതിനുശേഷമുള്ള ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ പണിയിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളിലും പല കുറവുകളുണ്ട്. അപ്പോൾ ആർമി വെൽഫെയർ ഹൗസിംഗ് അതെല്ലാം ഹഷപ്പ് ചെയ്യും, എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത്. ഈ ആർമിയൊക്കെ പല യുദ്ധഭൂമിയിലും അതായത് ദുരന്ത ഭൂമിയിലും ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള എഞ്ചിനീയറിംഗ് വർക്ക്, പാലങ്ങൾ, ബിൽഡിങ്ങുകൾ, പെട്ടെന്ന് റെസ്ക്യൂ ഒക്കെ നമ്മൾ അത്ഭുതത്തോടെ കാണാറുണ്ട്. അത്രയും കഴിവുള്ള ഈ ആർമിക്ക് ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സംഭവിച്ചത് ഒരു സിസ്റ്റമാറ്റിക് ഫെയിലിയറാണ്. ഇത് ഒരാളുടെ ആയിട്ടല്ല. അതായത് ഈ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രോജക്റ്റ് ചന്ദേർകുഞ്ച് ആർമി ടവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തുടങ്ങിയത് വടുതല ഒരു പ്രോജക്റ്റ് ഉണ്ട് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അവിടെ പണി നടക്കുമ്പോഴാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അതൊരു വട്ടിക്കോൾ പ്രോജക്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ പ്രോജക്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവിടെയാണ് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ എ കെ ആന്റണി വലിയൊരു എൻക്വയറിയൊക്കെ ഓർഡർ ചെയ്തു. ആർക്കും അറിയില്ല. ഇപ്പോൾ ആർമിയിൽ പലതും അങ്ങനെയാണ്, രഹസ്യമായിട്ടാണ്. ഇവിടെ ഒരു കോർട്ട് ഓഫ് എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചും. ആർമി നടത്തിയിട്ടുണ്ട്. അത് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, 204 പേർക്കും അറിയില്ല. അത് വലിയ സീക്രട്ടാണ്. അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ആ പണിത കോൺട്രാക്ടറും അതേ ആർക്കിടെക്റ്റും കോൺട്രാക്ടറും അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും തന്നെയാണ് ഈ പണിയും കൊടുത്തത്. അതായത് ഒരു എൻക്വയറി നടന്നതിന് ശേഷം അവിടെ 100 പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവിടെ എൻക്വയറി നടത്തുന്നത്. അതും ഡിഫൻസ് മിനിസ്റ്ററിയുടെ കീഴിൽ വരുന്നതുകൊണ്ട് ഡിഫൻസ് മിനിസ്റ്റർ എ കെ ആന്റണി തന്നെയാണ് എൻക്വയറി ഓർഡർ ചെയ്തത്. ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടും അതേ ടീം, അതായത് ആർക്കിടെക്റ്റ്, കോൺട്രാക്ടർ, പ്രോജക്റ്റ് ഡയറക്ടർ, ഈ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ കൊച്ചിയിലൊരു ഓഫീസുണ്ട്, മറൈൻ ഡ്രൈവിൽ, പ്രസന്ന വിഹാറിൽ, നമ്മൾ അവിടുത്തെ പ്രോജക്റ്റിൽ. അപ്പോൾ അതേ ടീം തന്നെ വീണ്ടും ഇവിടെ ആ കോൺട്രാക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സംതിങ്. നമുക്ക് സംശയിക്കാനേ പറ്റുള്ളൂ. ഏകദേശം എത്ര കോടി രൂപയുടെ സംഭവമാണത്? ഇത് ഒരു 126 വരെ പണി തീർത്ത് നിർത്തിയപ്പോൾ, അതിനുശേഷം നടത്തിയിട്ട് ഇപ്പോൾ AWHO പലമാതിരി പറയും. കാരണം AWHO ആദ്യം പറഞ്ഞു 96 നിന്ന് ചില സാധനങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചു. അല്ല, വെറും 96 തുടങ്ങിയിട്ട് 126 പണി കഴിഞ്ഞു. ഡിഫക്ട് റെക്ടിഫിക്കേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ AWHO ഇപ്പോൾ കാണിക്കുന്ന കണക്ക് 180 കോടി 175 കോടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെ പോയി എന്നുള്ളത്. താങ്കൾ എത്ര രൂപ കൊടുത്തിട്ടാണ് ബിൽഡിംഗ് വാങ്ങിയിരിക്കുന്നത്? ഫ്ലാറ്റ് വാങ്ങിയത് 57,40,40,000 പ്ലസ് രജിസ്ട്രേഷൻ പ്ലസ് കാർ പാർക്കിംഗ് എല്ലാം കൂടെ
65-ന്റെ അടുത്ത്. താങ്കൾ ഏത് ബ്ലോക്കിലാണ്? ഞാൻ ബിയിലാണ്. ബിയിലാണ്. ഏത് നമ്പർ? B804. B804 താമസിക്കുന്നത്. ഇപ്പൊ ഇതിന് ശേഷം എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സംഭവം വന്ന ശേഷം ഞാനിപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പൊ ഏത് സമയത്തും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വിടാൻ പറ്റുന്ന ഈ ബിൽഡിങ്ങിന്റെ കാര്യം എനിക്ക് ബാംഗ്ലൂർ ഉണ്ട്. 48,000 രൂപ മാസത്തിൽ എനിക്ക് EMI അടയ്ക്കും. അല്ല, എൻ്റെ മോനും കൂടി ചേർന്നിട്ടാണ് അടയ്ക്കുന്നത്. 48,000 രൂപ EMI അടച്ചിട്ട് എനിക്ക് കിട്ടുന്ന പെൻഷനിൽ നിന്ന് ബാക്കി എനിക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു വാടക കൊടുക്കുകയും വേണം, EMI ബാങ്കിൽ കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കാശ് വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് താങ്കൾ പറയാൻ പറ്റില്ല. കാരണം ഇത് ഏത് സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വിടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ വേറെ വഴിയില്ല, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ള ഗതികേട് കൊണ്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ളതിൽ ഇവിടെ ഏത് സമയത്തും അപകടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കൾ ഇവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ഭീതിജനകമായ ഒരു കാര്യമാണ്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ബ്രീഡ് ജോസ് കൂട്ടി പോയാൽ മതി, ഞാനും പോകുമായിരുന്നു. അപ്പോൾ എനിക്കതിന് വഴിയില്ല. കാരണം എനിക്ക് വേറെ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ EMI മുടങ്ങും, ബാങ്കിനടയ്ക്കാനുള്ള ലോണിൻ്റെ പൈസ മുടങ്ങും. രണ്ടും കൂടി എനിക്ക് അടയ്ക്കാൻ പറ്റില്ല, അതിനുള്ള പെൻഷൻ എനിക്ക് കിട്ടണില്ല. അതുകൊണ്ട് ഗതിയോടുകൊണ്ട് മാത്രം. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് വീട് മേടിക്കാന്ന് പറയുന്നതും വലിയ പ്രയാസമാണ്. 58-65 ലക്ഷത്തിന് വീട് കിട്ടാൻ വളരെ പ്രയാസമാണ്. നല്ലൊരു സാധാരണ വീട് കിട്ടാൻ ഏറ്റവും ചുരുങ്ങി 1.5 കോടി രൂപ ചെലവ്. 50,000 രൂപ കുറഞ്ഞ് ഈ ചുറ്റുവട്ടത്തിൽ വീട് വാടകയ്ക്ക് കിട്ടാനുമില്ല. പിന്നെ IWH തരാമെന്ന് പറയുന്നത് 21,000 രൂപയും 23,000 രൂപയും തരാമെന്ന് പറഞ്ഞു. അതിപ്പോൾ തരാമെന്ന് പറയുന്നില്ല. നേരത്തെ പ്രാവശ്യം കോടതിയിൽ കൊടുത്തു, പല കടലാസുകളും കോടതിയിലുണ്ട്. അതുകൊണ്ട് അവർ ഇതുപോലെ എത്ര പേര് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ടാവും? ഇപ്പോൾ ഒരു 50-40-50 പേരുണ്ടാവും. അവരും ഇതേപോലെ വേറെ വഴിയില്ലാത്ത വൃദ്ധരായ ആളുകളൊക്കെ ഉണ്ടോ? എത്ര വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും? 75-80 വയസ്സുള്ള ആൾക്കാരടക്കം ഇവിടെ താമസിക്കുന്നുണ്ട്. വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കുന്നവരുണ്ട്. അവർക്ക് വേറെ പോകാൻ വഴിയൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഈ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ അതുമല്ല, നമ്മൾ ഒരു ഓർഗനൈസേഷനെ വിശ്വസിച്ചു. ആർമീനെയാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ ആർമിയിലാണ് നമ്മൾ വിശ്വസിച്ചത്. ആർമിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് അത്. അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഈ കാര്യം ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട ചെയ്തു തരേണ്ടതാണ്. അത് പ്രതീക്ഷിക്കണോ? കാരണം ഈ നാഷന് വേണ്ടി ജീവൻ പണം വെച്ച് വർക്ക് ചെയ്യാൻ പോയ ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെല്ലാവരും ജനങ്ങളൊക്കെ അങ്ങനെ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് താങ്കൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾ പേടിയോടെ, പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പേടി ഉണ്ടായിരുന്നില്ല, മരിക്കുന്നതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിൽ പോയാൽ ഏറ്റുമുട്ടി മരിക്കാനും. ശ്രീലങ്ക അത്ര ചെറിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ല. LTTE യുദ്ധമായിരുന്നു, പ്രഭാകരമായിട്ടുള്ള യുദ്ധം. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നില്ല. കാരണം അത് പാർട്ട് ഓഫ് ദ ജോബ്. ഇതങ്ങനെയല്ല. അത് നമുക്ക് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസയും ബാങ്ക് ലോൺ കൊടുത്ത് ഇവിടെ ഒരു വീട് വാങ്ങി ബാക്കിയുള്ള കാലം ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് സാധിക്കാതെ എന്നുള്ള സങ്കടമുണ്ട്. അതിനിപ്പോൾ ഇന്ത്യൻ ആർമീനെ കുറ്റം പറയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അതിനിടയിൽ ഇന്ത്യൻ ആർമിയുടെ എല്ലാ വിങ്ങും മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ആർമി ഹെഡ് ക്വാർട്ടർ, ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് എല്ലാവരും വരും. അതിൻ്റെ താഴെയുള്ളവർ വരും. ഇവരെല്ലാവരും ഇതിലാണ്. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. നമ്മൾ ഏറ്റവും അധികം അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന വിങ്ങിൽ പ്രവർത്തിച്ചിട്ട് ആ വിങ് തന്നെ നമ്മളെ ചതിച്ചു എന്നാണല്ലോ നമുക്ക് പറയാനുള്ളത്. ഇത് ചതി തന്നെയാണ്. അത് ചതിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആർമി എങ്ങനെ ആർമിക്കാണല്ലോ കുറ്റം വരുന്നത്? നമ്മൾ ഇത്രയും കാലം സേവനം നടത്തിയിട്ടുള്ള ആ ആർമി തന്നെയാണ് നമ്മളെ ശിഷ്ടകാലം ഇങ്ങനെ ഭീകരമായ മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്തി നമ്മളെ ഇവിടെ എത്ര 56 കുടുംബങ്ങൾ ഇപ്പോഴും പുറത്തു പോകാൻ പറ്റാതെ കഴിയുമെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാമെന്ന വീഡിയോ. ഒരിക്കലും ഞാനൊക്കെ ഒരു ഭീതിയോട് കൂടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ പല വർക്കിനും പോയിട്ട് പല ആളുകളും ഇവിടെ പോലീസുകാർ എൻക്വയറിക്ക് വരും, ഓരോരുത്തർ എൻക്വയറിക്ക് വരും, വിജിലൻസുകാർ വരും. അവരൊക്കെ വന്നിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് സംസാരിക്കാം. അവരെ ബോഡി സുരക്ഷിതമാക്കിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്ന ഒരു സാഹസ്യമായ പ്രവൃത്തിയാണ്. കാരണം ഈ ബിൽഡിംഗ് പൊളിഞ്ഞ് ഏത് സമയത്തും വിഴാം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ 96 അടി ഉയരത്തിലുള്ള ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിൽക്കുന്നത്. അതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താമോ? ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പുള്ള നമുക്കൊന്ന് സ്ഥലങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? പറഞ്ഞാൽ അധികം എടുത്തു. എങ്ങനെയാണ് ഇവിടുന്ന് ഒരു ഭാഗത്ത് നടക്കാം? ഇത് മെട്രോ റെയിൽവേയിൽ തുടങ്ങാം, ബസ് സ്റ്റാൻഡിൽ തുടങ്ങാം. അത് തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള പോണ ട്രെയിനാണ്. അതിൽ തൃപ്പൂണിത്തുറ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മെട്രോ റെയിൽവേയാണ്. അത് ഫസ്റ്റ് റോഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അല്ല, രണ്ടാമത്തെയാണ് ഇത്. ഈ തൊട്ടടുത്തുള്ളത് ഈ ഹബ് എന്നുള്ള റോഡ് വന്ന് തൃപ്പൂണിത്തുറ സിറ്റിയിലേക്ക് പോണ റോഡാണ്. വൈറ്റ്ല
റൈറ്റിലേക്ക് പോയാൽ വൈറ്റില, മറ്റേത് വൈറ്റില പാലമാണ്. അത് വൈറ്റില. അതിന്റെ മുകളിൽ കാണുന്നത് മെട്രോ റെയിൽവേ ആണ്. പിന്നെ ഇവിടുന്ന് ദൂരേക്ക് കാണുന്ന വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്, സിറ്റിയാണ് കാണുന്നത് കംപ്ലീറ്റ്. അത് മുഴുവൻ വാട്ടർ മെട്രോ ആണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്, വാട്ടർ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം ഭൂമിക്ക് ഈ ബേസിലേക്ക്, അതായത് കാർ പാർക്കിങ്ങിലേക്ക് വെള്ളം തള്ളിക്കൊണ്ടിരിക്കുക, പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തകർന്നാൽ തന്നെ ഈ ബിൽഡിംഗ് തകർന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. ഇത് രണ്ടാമത്തെ ബിൽഡിംഗ് അല്ലേ? ഇത് ബി ആണ്. ഇതേപോലെ ഹൈറ്റുള്ള, ഇതിനെക്കാട് ഹൈറ്റ് ഉണ്ടോ? അത് സെയിം ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിന്റെ പൊസിഷൻ, സ്ഥിതിയാണ് നമ്മൾ ഏത് സമയത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാവുന്ന, വീടാവുന്ന രൂപത്തിൽ കിടക്കുന്ന. അതിലും താമസക്കാരുണ്ടോ? അതിലാണ് താമസിക്കുന്നത് താങ്കളൊക്കെ ആ ഇതിലാണ് താമസിക്കുന്നത് അല്ലേ? ഭീകരമായ, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. പിന്നെ ഈ ബിൽഡിംഗ് അത് നന്മ ഒരു പുതിയ പ്രോജക്റ്റ്. അത് ഇതിലുള്ളതാണോ? സിൽവർ, നമ്മുടെ ഇതിൽപ്പെട്ട സിൽവർ ഐലൻഡ് തന്നെ. സിൽവർ ഇത് ഒരു കൊല്ലം കൊണ്ട് പണി തീർത്തതാണ്. ഒരു പ്രശ്നം അവിടെ ഇല്ല. പ്രശ്നം പണിത് കഴിഞ്ഞിട്ടുള്ളൂ, മുഴുവൻ ഓക്യുപ്പൈ ചെയ്തിട്ടില്ല. പക്ഷെ അതിനാണ് ആർമി വെൽഫെയർ ഓർഗനൈസേഷൻ പറയുന്നത് 10 വർഷം വേണം പണിയാൻ. അത് ഒരു വർഷം കൊണ്ട് ചെയ്ത് കാണിച്ചു. ഇതേ ഹൈറ്റുള്ള സാധനം ബിൽഡിംഗ് ആണ്. അത് എത്ര ഫ്ലോർ? 26 നിലയുള്ള. ഇതിനേക്കാൾ കൂടുതൽ ഫ്ലാറ്റുകൾ അതിനകത്തുണ്ട് തോന്നുന്നു. ഒരേ സ്ഥലത്ത് തന്നെ ഫ്ലാറ്റുകളാണ്. ഇവിടെ ഇതിപ്പോ കാണുന്നത് ഹെലികോപ്റ്റർ ഹെലിപ്പാഡാണ്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇന്നത്തെ അവസ്ഥയിൽ ഇറങ്ങുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങുകളെ സ്ഥിതി എന്തായിരിക്കും? സ്ഥിതി വളരെ, അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. ഹെലികോപ്റ്റർ താങ്ങില്ല. അത് ഹെലികോപ്റ്റർ പൊങ്ങി പോവും, ബിൽഡിംഗ് താഴെ പോയി ഹെലികോപ്റ്റർ പൊളി പോവും. പക്ഷേ ഹെലിപ്പാഡ് താഴെ പോവും. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ താഴെയുള്ള ഈ ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് തകർന്ന്. മാത്രമല്ല അത്ര വേണമെന്നില്ല, കുറച്ചും കൂടി എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഹെലികോപ്റ്റർ പറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പല സൺഷെയ്ഡും പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്നതെല്ലാം ഒരു 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 തള്ളൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ബിൽഡിംഗ് തകർന്ന് താഴേക്ക് വീഴും. ഒരു മൈൽഡ് ഒരു ട്രമർ ഉണ്ടായാൽ മതി. ഇവിടെ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ തന്നെ ഈ ബിൽഡിംഗ് ഉണ്ടായാലും ഉണ്ടാവും. ഒരു ചെറിയൊരു എർത്ത്ക്വേക്ക് എന്ന് പറയേണ്ട ചെറിയ ഇളക്കുണ്ടായാൽ തന്നെ, ഷിവർ വന്നാൽ തന്നെ അതിന്റെ കഥ കഴിയും. ബേസ്മെന്റ് കണ്ടുള്ളൂ, ബേസ്മെന്റിലാണ് നിൽക്കണം. ബീമുകളുടെയും തൂണിന്റെയും ബീമിന്റെ ഒക്കെ കണ്ടു. അപ്പോൾ അതും അതിൻ്റെ നീളവും അതിനിടയിൽ സപ്പോർട്ടില്ല എന്നുള്ളത്, അതായത് അതിൽ ഡിസൈനിൽ തന്നെ ഫ്ലോസ് ഉണ്ട്. അത് എല്ലാ എഞ്ചിനീയേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിലെ ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ടുണ്ട്, MES ഉണ്ട്. ചീഫ് എഞ്ചിനീയർ ബ്രിഗേഡിയർ റാങ്കാണ്, സിവിലിയനാണ്. അങ്ങനെ എഴുതുന്നുണ്ട്. ഇതിന് പലയിടത്തും തൂണില്ലാത്ത സാറ് റിപ്പോർട്ട് പഠിച്ചു കാണും ചിലപ്പോൾ, ചീഫ് എഞ്ചിനീയർ അളഗിരി സ്വാമിയുടെ. പബ്ലിക്കിൽ വേണ്ടല്ലോ, പബ്ലിക്കിൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. AWH കൊണ്ട് ഒന്നും പബ്ലിക്കിൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുണ്ടാവുള്ളൂ. അത് മാത്രമല്ല, അപ്പോൾ അതുപോലെ അത് എല്ലാവരും ഇതുപോലെ കണ്ടിട്ടുള്ള ആളുകൾ 2020 18 പണി തുടങ്ങി 20 മാറത്തനേഷ്യസ് കോളേജിൽ നിന്ന് 2 പ്രൊഫസർമാർ വന്നു, ഒക്കെ നോക്കിപ്പോയി. അന്ന് അവർ പറഞ്ഞു. അതിനുശേഷം IIT ചെന്നൈക്കാരെ കൊണ്ടുവന്നു. അവർ പറഞ്ഞു, അവിടെ പ്രൊഫസർ രാധാകൃഷ്ണ പിള്ള വന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞു. ഞാനവിടെ 40 അടി എന്നുള്ള ടീം പറഞ്ഞില്ലേ, അങ്ങേറ് കോണി വെച്ച് കയറി ഒന്ന് പൊട്ടിച്ച് കാണിക്കാമെന്ന് ചോദിച്ചു. അധികാരപ്പെട്ടവരൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പൊട്ടിച്ചു. ഒരു കമ്പി കണ്ടു. ആ കമ്പിയും വന്ന് കൈ വിരൽ വെച്ചിട്ട് അങ്ങേറ് പറഞ്ഞു, ഇനി എനിക്ക് ഈ കെട്ടിടത്തിലൊന്നും കാണണ്ട. കംപ്ലീറ്റ് 5 കൊല്ലം മുമ്പ്, അതായത് ഉണ്ടാക്കിയ സമയത്ത് 1 കൊല്ലം മുമ്പ്, 2019 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങേരെ അത് തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇത് കെട്ടിടത്തിലൊന്നും കാണണ്ട. അങ്ങേരെ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു റിപ്പോർട്ടില്ല, അവർ 2-3 റിപ്പോർട്ട് നടത്തി. പിന്നെ അതിനിടയ്ക്ക് വേറെ ഇതിന് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ എപ്പോഴും ബ്യൂറോ വെരിറ്റാസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വലിയ മൾട്ടിനാഷണൽ കമ്പനിയൊക്കെയാണ്. അവർക്ക് ഇന്ത്യക്ക് പുറത്ത് എവിടെയും ഫ്രോഡ് ചെയ്യാൻ പറ്റില്ല. അത് അവിടുത്തെ ലോസ് ആർ വെരി സ്ട്രിക്റ്റ്. ഇവിടെ കൈക്കൂലി കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നടത്താം. ഈ ബ്യൂറോ വെരിറ്റാസിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡിൻ്റെ ഒരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തവരൊക്കെ അന്വേഷിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മറുപടി വന്നു. അതൊക്കെ ഞങ്ങൾ സംസാരിച്ചു, അത് സെറ്റിൽ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവരെ കൊണ്ടു ചോദിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ ടെസ്റ്റ് ബ്യൂറോ വെരിറ്റാസ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി നടത്തുന്നത്, അവർക്ക് വർക്ക് ഓർഡർ എഴുതി കൊടുത്തത് കോൺട്രാക്ടറാണ്, ആർമി വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല. അതായത് ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ ഒരു ഏജൻസിനെ വിളിച്ചിട്ട് എൻ്റെ ഈ കെട്ടിടം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഞാൻ പറയണമല്ലോ എഴുതുള്ളൂ. ഞാൻ പറയണോ എഴുതുള്ളൂ. അതുപോലെ ബ്യൂറോ വെരിറ്റാസ് 3 പ്രാവശ്യം എഴുതി. ഈ 3 പ്രാവശ്യം ഇവിടെ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരത് തലനാര് കീറി സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു ഈ റിപ്പോർട്ട് തെറ്റാണ്. അവർ ഒരുപാട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് കയ്യിൽ. ഡാറ്റ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്.
ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. പല ആളുകളും അവിടെ മുകളിൽ വിളിച്ചിട്ട് ഒറ്റവാക്ക് പറഞ്ഞാൽ അത് രാജ്യത്തോട് ചെയ്ത തെറ്റാണ്. കാരണം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പട്ടാളക്കാർ ആയ ആളുകൾ ശിഷ്ടകാലം ജീവിക്കാൻ വന്നപ്പോൾ അവരെ സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ട ഗവൺമെൻറ്, എനിക്കറിയാവുന്നിടത്തോളം ആർമി അത് എന്തെങ്കിലും ഒക്കെ ചെയ്ത് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാക്കി സഹായിക്കേണ്ടത് ആവശ്യമാണ്. ബാക്കി ജുഡീഷ്യറി, കോടതി, അല്ല കോടതിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ ധാർമ്മികതയുടെ ഭാഗമുണ്ട്, പിന്നെ രാജ്യസുരക്ഷയുടെ ഒരു ഭാഗം കൂടിയുണ്ട്. കാരണം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പട്ടാളക്കാരുടെ ഒരു അവസാന ഘട്ടത്തിൽ ജീവിക്കാൻ വന്ന സ്ഥലമാണ് അത്. അവരെന്നെ ഉണ്ടാക്കി കൊടുത്താണ്. വേറെ ഇവിടെ നിന്ന് തന്നെ പള്ളിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചൊരു അത് വല്ലാത്തൊരു വാക്കാണ്. ഞാനിപ്പോഴും പറയുന്നു, അത് നമ്മളൊക്കെ വിശ്വസിച്ചു. ആർമി വെൽഫെയർ ഓർഗനൈസേഷൻ നമ്മുടെ ആളുകൾ നമുക്ക് വേണ്ടി കുടിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 1978 മുതൽ 2008 വരെ ഒരു പ്രശ്നമില്ല. ഇന്ത്യയിലത്തെ ആർമി വെൽഫെയർ ഓർഗനൈസേഷൻ വാസ് വൺ ഓഫ് നമ്പർ 1 ബിൽഡർ ഇന്ത്യയിൽ. ഇത് 2017 ഇത് BJP ഗവൺമെൻറ് ഉള്ള സമയത്ത് അത് ഉണ്ടാകുന്നത്. 2013-14 പണി തുടങ്ങി. പക്ഷേ ഈ കമ്മീഷനെല്ലാം ചെയ്ത് അതിന് ശേഷം അത് 2018 ഒക്കെ BJP ഗവൺമെൻറ് കാലത്ത്. കാരണം ആർമീനെ ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉള്ള സമയത്ത് അത് എന്നിട്ടും അത് അവിടേക്ക് എത്തിയിട്ടില്ല. അവിടേക്ക് ഇപ്പോഴാണ് എത്തിയത്. ഇപ്പോൾ ഇവിടുന്ന് രാജ്നാഥ് സിംഗിനെ കണ്ടൊരു ഇത് കൂടുതൽ ഫോട്ടോ പിന്നെ അതിൻ്റെ റിപ്പോർട്ടും ഉണ്ട്.